വോളണ്ടിയേഴ്സ്, ഫയർഫോഴ്സ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുമിച്ച് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി രാവിലെ തൊട്ട് ഇവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് 3 പേര് മരണപ്പെട്ടതായിട്ടാണ് ബോഡി കിട്ടിയിരിക്കുന്നത്. ഒരു 9 പേര് ചികിത്സയിലുണ്ട്. 7 പേര് ഈ ഇവിടെ സൈറ്റിൽ വന്ന ആളുകളാണ്. സബ് ഇൻസ്പെക്ടറാണ്. ഈ സംഭവം നടന്നതിന് ശേഷം ഇത് അറിഞ്ഞിട്ട് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്ന ആളാണ്. ആ രക്ഷാപ്രവർത്തനത്തെ ഇടയെ ഒരു പരിക്ക് പറ്റി അദ്ദേഹം ചികിത്സയിലുണ്ട് വിംസിൽ. പിന്നെ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അദ്ദേഹവും ഈ മണ്ണിങ്ങനെ ചരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ പരിക്ക് പറ്റിയിട്ട് അവർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പിന്നെ ഇനി കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഈ മണ്ണിനുള്ളിൽ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സജീവമായിട്ട് ഇവിടെ ഉണ്ട് ആളുകളെ രക്ഷിക്കാനായിട്ടും. ഈ റോഡ് ക്ലിയർ ചെയ്ത് നമുക്ക് ഇതിക്ക് അപ്പുറത്തെയും ആളുകൾ ജീവിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് ക്ലിയർ ചെയ്ത് കൊടുത്താലേ അവർക്ക് പോകാൻ സൗകര്യം ഉണ്ടാവും. ആ വർക്ക് നടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മണ്ണ് നീക്കം ചെയ്തിട്ട് കൂടുതൽ ആളുകൾ മണ്ണിനുള്ളിൽ പറ്റിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കാം. തീർച്ചയായിട്ടും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇത് തുടരും. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവരുടെ സൈഡിൽ നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5 പേര് ഇനി 5 പേര് കാണാനുണ്ടാണ്. 5 ഇനി അതൊക്കെ കൂടുതലുണ്ടോ എന്ന് എനിക്ക് ഈ സമയത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് ഈ രക്ഷാപ്രവർത്തനം കഴിയുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തത. ഇതൊക്കെ ഇവിടുത്തെ ഇപ്പോൾ ആൾറെഡി ഈവനിങ് ആയി. പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്ത് മഴയും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതെല്ലാം കണക്കിലെടുത്തിട്ട് ഈ ജില്ലാ ഭരണകൂടം എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. ആവശ്യത്തേക്ക് ഇവിടെ മെഷീനറീസ് എല്ലാം ഇറക്കിയിട്ടുണ്ട്. വോളണ്ടിയർമാർ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് നീക്കാനായിട്ട് എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. അത് തീർച്ചയായിട്ട് ഈ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഈ എല്ലാവരും സജ്ജമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് സജ്ജമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ മേഖലയിൽ ഈ പാലത്തിനപ്പുറമുള്ള ആളുകളെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ ഈ മഴയൊക്കെ കണക്കുന്ന സാഹചര്യം? അത് ഇപ്പോൾ ആൾറെഡി DDMA മീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കളക്ടറിന്റെ നേതൃത്വത്തിൽ അത് അവർ തീരുമാനിക്കും. ബാക്കി അതെ, മഴ ഇപ്പോൾ കുറച്ച് മഴ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടുത്തെ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിൽ ആ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവും. അതെ, ഇവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5 പേരെയാണോ കാണാനില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ 5 പേരെ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാനാകില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. എത്ര പേരുണ്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നതിനെപ്പറ്റി കൃത്യമായൊരു വ്യക്തതയില്ല, അവ്യക്തതയുണ്ട് എന്ന് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു. അതാണിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നു. ഒപ്പം തന്നെ അവിടെ ഇനി ഇത് മുന്നോട്ട് നടത്താൻ, രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകാൻ ഇപ്പോൾ തന്നെ അവിടെ ഇരുട്ട് വീണു എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കുന്നതെന്നുൾപ്പെടെയൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്.